ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ദില്ലി ദാലി പോഡ്കാസ്റ്റാണ് ഇത്. വിവിധ പ്രതിഭകൾ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചതായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പൊതുജീവിതവും വ്യക്തിജീവിതവും. 2024 ഡിസംബർ 26 അദ്ദേഹം വിടവാങ്ങിയപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൻ്റെ വിവിധ ശ്രേണികളിൽപ്പെട്ട വിവിധ ജീവിത മേഖലകളിൽ പെട്ടവർ ഒന്നിച്ചു ചേർന്ന് വിലപിക്കുകയും ആ ജീവിതത്തെ സാർത്ഥകമായി ഓർത്തെടുക്കുകയും ചെയ്യുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ ഒരു വ്യക്തിയെ ഇന്നത്തെ ഇന്ത്യൻ പൊതുമണ്ഡലം വല്ലാതെ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സംഭാവനകളെക്കുറിച്ച് പറയുവാൻ ദില്ലി ദാലി പോഡ്കാസ്റ്റിൽ എത്തിയിരിക്കുന്നത് മുതിർന്ന ധനകാര്യ വിദഗ്ധനും സാമൂഹ്യ നിരീക്ഷകനുമായ എസ് ആദികേശവനാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചീഫ് ജനറൽ മാനേജറായി വിരമിച്ച ആദികേശവൻ ആസൂത്രണ വിഷയങ്ങളിലും ധനകാര്യ നയപരമായ കാര്യങ്ങളിലും നിരന്തരമായി ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വരുന്ന ആളാണ്. ഇതാദ്യമായിട്ടാണ് ആദികേശവൻ ദില്ലി ദാലി പോഡ്കാസ്റ്റിൽ പങ്കെടുക്കുന്നത്. സ്വാഗതം ശ്രീ എസ് ആദികേശവൻ. താങ്ക് യു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഡോക്ടർ മൻമോഹൻ സിംഗിനായി എഴുതപ്പെട്ടു വരുന്ന ആദര ലേഖനങ്ങൾ, പറയപ്പെട്ടു വരുന്ന ആദരാഞ്ജലികൾ, സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽപ്പെട്ടവർ, പൊതുവെ ഒരു രാഷ്ട്രീയ നേതാവോ ഒരു മുൻ പ്രധാനമന്ത്രിയോ ഒക്കെ അന്തരിക്കുമ്പോൾ ചരമോപചാരവുമായി എത്താത്തവർ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിടവാങ്ങലിൻ്റെ വേളയിൽ മനസ്സു തുറന്ന് ആദരമർപ്പിക്കുകയാണ്. താങ്കളും അക്കൂട്ടത്തിലൊരാളാണ്. എന്തായിരിക്കും ഇതിനുള്ള കാരണം? പ്രധാനമായിട്ടും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെങ്കിലും മൻമോഹൻ സിംഗിന്റെ പോളിസി സ്പർശിച്ചിട്ടില്ലാത്ത, അദ്ദേഹത്തിൻ്റെ നയങ്ങൾ, അദ്ദേഹം എടുത്ത നടപടികൾ, അദ്ദേഹം കൊണ്ടുവന്ന സാമ്പത്തിക നീക്കങ്ങൾ, ഇതൊന്നും സ്പർശിക്കാത്ത ആരുമേ ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അത് യുവാക്കളാവട്ടെ, കുട്ടികളാവട്ടെ, കുറച്ചുകൂടി മുതിർന്ന നമ്മളെപ്പോലത്തെ ആ ജനറേഷനിൽപ്പെട്ട ആൾക്കാരാവട്ടെ, എല്ലാവർക്കും ഡോക്ടർ മൻമോഹൻ സിംഗ് ധനമന്ത്രിയായിരുന്നപ്പോഴും പിന്നീട് പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും കൊണ്ടുവന്നിട്ടുള്ള നടപടിക്രമങ്ങൾ വഴി ധാരാളം നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്, ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മളിന്നോളം അല്ലെങ്കിൽ 1991 മുമ്പ് കണ്ടിരുന്ന ഇന്ത്യ അല്ല 1991 ശേഷം വികസിച്ചു വന്ന ഇന്ത്യ. അപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെ മാറ്റത്തിൻ്റെ വക്താവും, മാറ്റം കൊണ്ടുവരാനായിട്ട് എസ്പെഷ്യലി ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു കൺസെൻസസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ന് പറയത്തക്ക വിധം മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നുള്ള തിരിച്ചറിവ് പൊതുവെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതിഫലനമാണ് ശരിക്കും താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഓർമ്മയിൽ ഒരു നേതാവിനും കിട്ടാത്ത ആദരം ഡോക്ടർ മൻമോഹൻ സിംഗിന് കിട്ടി എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. അവിടെ ഏറ്റവും സവിശേഷമായ കൗതുകമുണർത്തുന്ന വേറൊരു കാര്യം, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ എന്നുള്ളതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു. തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് നമ്മുടെ നേതാക്കൾ, പാർലമെന്ററി ജനാധിപത്യം നിലനിൽക്കുന്നത്. പക്ഷേ സർപ്രൈസിംഗ്ലി ഈ പാർലമെന്ററി ഇലക്ഷനിൽ ജയിക്കാൻ സാധിക്കാത്ത, ഒരു പാർലമെന്റ് ഇലക്ഷനിൽ അദ്ദേഹം മത്സരിച്ചു എന്ന് തോന്നുന്നു 1999 ഡൽഹിയിൽ, അതിൽ തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടാത്ത ആള്, പക്ഷെ അതേസമയം ജനങ്ങളുടെ മനസ്സുകളിൽ മായാത്ത മുദ്ര പതിപ്പിച്ച ഒരു സാമ്പത്തിക പരിഷ്കർത്താവ് എന്നുള്ള രീതിയിലാണ് ജനങ്ങൾ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കാണുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഈ സംഭാഷണം, എനിക്ക് തോന്നുന്നത് ഈ 1991 റിഫോംസ്, ഉദാരീകരണം അല്ലെങ്കിൽ ഉദാരവൽക്കരണം, മാറ്റങ്ങൾ കൊണ്ടുവന്നത്, ആ മാറ്റത്തിൻ്റെ തുടക്കം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ പോലും
ഇതേപോലെ ഒരു സംവിധാനം ഉപയോഗിച്ച് നമുക്ക് വർത്തമാനം പറയാനോ ഒരു ചർച്ച നടത്താനോ പോലും സാധിക്കാത്ത രീതിയിലായിരുന്നേനെ എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മറ്റുള്ള ഏതെങ്കിലും ഉപകരണങ്ങൾ, നാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, നാം സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എയർലൈൻസ് ഉൾപ്പെടെ എല്ലാ മേഖലകളിലും മാറ്റം കൊണ്ടുവരാനായിട്ടുള്ള അതിൻ്റെ നാന്ദി കുറിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു എന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്നു. ആ 1991 റിഫോംസിന് ശേഷം പല തരത്തിലുള്ള രാഷ്ട്രീയ ഫോർമേഷൻസ്, പല രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ടെങ്കിലും, കോൺഗ്രസ് ഭരിച്ചു, ജനതാദൾ ഭരിച്ചു, BJP NDA അധികാരത്തിൽ വന്നു. ഇപ്പോഴും NDA തന്നെയാണ്, BJPയുടെ നേതൃത്വത്തിലുള്ള NDA തന്നെയാണ് ഇപ്പോഴും അധികാരത്തിലുള്ളത്. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ജനാധിപത്യ സംവിധാനത്തിൽ കൂടി മാത്രം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൺസെൻസസ് ബിൽഡപ്പ് ചെയ്ത് പൊതുവെ അംഗീകാരം ലഭിച്ച റിഫോംസിന്റെ ഒരു കുലപതി എന്നുള്ള രീതിയിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ നമ്മുടെ ആൾക്കാരെ കാണുന്നത്. അതിലൊട്ടും തെറ്റില്ലതാണ്. ഇതാണ് എനിക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് ആമുഖമായിട്ട് പറയാനായിട്ട് തോന്നുന്നത്. അപ്പോൾ താങ്കൾ 1991 എന്ന് പറയുന്ന ഒരു 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 വിച്ഛേദം, അതിന് മുൻപുള്ള സാമ്പത്തിക നയങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു വലിയ വ്യത്യാസത്തെ ആ ഘട്ടത്തിൽ 2-3 പ്രാവശ്യം 1991 എന്ന് താങ്കൾ പറഞ്ഞു. 1991 ജനിച്ച ഒരു ആൾക്ക് ഇപ്പോഴും ഒരു 33 വയസ്സുണ്ട്. അപ്പോൾ ഈ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയതോടുകൂടി അദ്ദേഹം സാധാരണ നേതാക്കന്മാരെ പോലെ അല്ല, അദ്ദേഹം പിന്നെ രാഷ്ട്രീയത്തിലില്ലായിരുന്നു. അദ്ദേഹം ഒരു ജോലിയിൽ നിന്ന് വിരമിക്കുന്നത് പോലെ മാറി നിൽക്കുകയും രാജ്യസഭാ അംഗമായിരിക്കുമ്പോൾ ഔപചാരികമായി രാജ്യസഭയിൽ വോട്ടിങ്ങിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലാതെ സജീവ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇല്ലായിരുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാർ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ എല്ലാ ഈ ആധുനിക ഭാരതത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയും അല്ലെങ്കിൽ ഉദാരീകരണത്തിൻ്റെ ഫലങ്ങളും എല്ലാം അനുഭവിക്കുന്ന 33 വയസ്സോ അതിൽ താഴെയുള്ള ചെറുപ്പക്കാർ മൻമോഹൻ സിംഗിനെ ഓർക്കുന്നുണ്ടോ? മൻമോഹൻ സിംഗിനെ അവർക്കറിയാമോ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. പക്ഷേ അതായത് ഈ ചരിത്രം സാധാരണ ഒരു വിഷയമായിട്ട് പഠിക്കാത്ത ആൾക്കാർക്ക് പോലും എനിക്ക് തോന്നുന്നത് ഈ മാറ്റം കൊണ്ടുവന്ന ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചുള്ള അറിവ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ അതിനുശേഷം വന്നിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസ് 91 ഉദാരീകരണത്തിന് ശേഷമാണ് നമുക്ക് പ്രധാനമായിട്ടും IT കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ ഇൻഫോസിസ് ആണെങ്കിലും ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണെങ്കിലും മഹീന്ദ്ര എന്ന് പറയുന്ന IT മേഖലയിലെ വലിയ കമ്പനി ആണെങ്കിലും ഇവരെല്ലാം ഉദാരീകരണത്തിന്റെ ഒരു പിൻബലത്തിലാണ് ഇവർക്ക് രാജ്യത്ത് മുന്നേറുവാൻ സാധിച്ചത്. നമ്മൾ പറയുന്ന 33 വയസ്സ് അല്ലെങ്കിൽ ആ ജനറേഷന് തീർച്ചയായിട്ടും അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മാറ്റം വന്നത് കൊണ്ടാണ് അവർക്ക് സാധ്യതകൾ ഉണ്ടായത് എന്നുള്ള ബോധം തീർച്ചയായിട്ടും അവർക്കുണ്ടാവും. അതിൻ്റെ ആ ഓർമ്മ യുവാക്കളുടെ ഇടയിലും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ NDA അതിനുശേഷം വന്നിട്ടുള്ള 2014 ശേഷം വന്നിട്ടുള്ള ഒരു ഭരണ സംവിധാനം കൊണ്ടുവരുന്ന മാറ്റങ്ങളൊക്കെ അംഗീകരിക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനും ആ മാറ്റങ്ങൾ നല്ലതാണെന്ന് വിലയിരുത്തുവാനും ഒക്കെ സാധിക്കുന്നത് ആ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു പരിപ്രേക്ഷ്യം തന്നെ യുവാക്കളുടെ ഇടയിൽ മാറ്റം ആ പരിപ്രേക്ഷ്യം തന്നെ മാറിയതായി നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അത് രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടല്ല, പൊതുവെ ഇന്ത്യ സ്വീകരിച്ചു വന്ന, ഇന്ത്യ അംഗീകരിച്ച സാമ്പത്തിക നയങ്ങൾ 91 കൂടി മാറപ്പെട്ടു. അതിനുശേഷം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് മറ്റുള്ള എല്ലാ വികസനങ്ങളും നമ്മുടെ രാജ്യത്തിൽ വന്നിട്ടുള്ളത്. അത് യുവാക്കളുടെ ഇടയിൽ പൊതുവെയുള്ള ധാരണയുണ്ട്. ഡോക്ടർ മൻമോഹൻ സിംഗ് താങ്കൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാവനയോ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസോ
സാധാരണക്കാരായ യുവാക്കൾ അടക്കമുള്ള വ്യക്തികൾ അംഗീകരിക്കുന്നില്ല എന്ന തോന്നൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഓക്കെ. ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ സാമ്പത്തിക മാറ്റം അരാഷ്ട്രീയമായി രാജ്യത്തിന് ഗുണകരം എന്നുള്ള രീതിയിൽ പരക്കെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഒരു പക്ഷേ ഇടതുപക്ഷ പാർട്ടികൾ അടക്കം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മൻമോഹൻ സിംഗ് അധികാരത്തിൽ ഇരുന്നപ്പോൾ ഇടതുപക്ഷം കണ്ടീഷണലായിട്ടാണ് അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തത്. അദ്ദേഹത്തിന് എന്താണ് മുൻവിധിയില്ലാതെ ഒരു പിന്തുണ അവർ കൊടുത്തിട്ടേ ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇടതുപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതി പിന്തുടരുന്ന ആൾക്കാർ പോലും ഇന്ത്യയിൽ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കരണത്തിന്റെ പാതയാണ് നമുക്ക് അഭികാമ്യം, അതിൻ്റെ ചുവട് പിടിച്ചാണ് മറ്റുള്ള എല്ലാ നീക്കങ്ങളും നടത്തേണ്ടത് എന്നുള്ള ഒരു അംഗീകാരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പോൾ ആദികേശവൻ പറഞ്ഞത്. പക്ഷേ ഞാനിപ്പോൾ ഈ 1991 മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായി ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. അപ്പോൾ അന്ന് എന്തായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി? അന്ന് സോവിയറ്റ് ബ്ലോക്ക് തിരോധാനം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഏത് തരം സാമ്പത്തിക സ്ഥിതിയിലാണ് ഇത്ര വലിയൊരു വിടുതൽ, പുതിയൊരു വാതിൽ തുറക്കാൻ മൻമോഹൻ സിംഗിനെ പ്രേരിപ്പിച്ചിരുന്നത്? മൻമോഹൻ സിംഗ് മാത്രമല്ല, നരസിംഹറാവുവിന്റെ പേര് കൂടി പറയും. പറയണം. അതെ അതെ, തീർച്ചയായിട്ടും അതെ. നരസിംഹറാവുവിന്റെ പേര് പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. കാരണം ഈ രാഷ്ട്രീയ പിൻബലമില്ലാതെ, രാഷ്ട്രീയ പിന്തുണയില്ലാതെ, പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള ഒരു സംവിധാനത്തിന്റെ പിന്തുണയില്ലാതെ 1991 പ്രത്യേകിച്ചും ഇത്തരം വിപുലമായ മാറ്റങ്ങൾ, വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ധനകാര്യമന്ത്രിക്ക് ഒട്ടുമേ സാധിക്കില്ലായിരുന്നു. പക്ഷെ അന്നത്തെ സാഹചര്യം, ഇന്ത്യ ഇപ്പോൾ ഇന്ന് വികസിച്ച് ഇന്ന് ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി വികസിച്ചു വന്നിരിക്കുന്നു. 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും ആദ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, രണ്ടാമത് ചൈന, മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും എന്നുള്ളതിലും സംശയമൊന്നുമില്ല. പക്ഷെ 91 കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സാമ്പത്തിക ശക്തി ഒട്ടുമേ ഇല്ലായിരുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ്, സാധാരണ നാം എല്ലാം ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ധനക്കമ്മിയെ കുറിച്ച് പരാമർശം ഉണ്ടാകാറുണ്ട്. അന്നത്തെ ധനക്കമ്മി 8%. 1991 ഇന്ത്യയുടെ ധനക്കമ്മി, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 8%. അന്നത്തെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, വിലക്കയറ്റത്തിന്റെ ബേസിസിൽ നമ്മൾ അടക്കുന്ന പണപ്പെരുപ്പം 13% അന്ന്. അതേപോലെ വിദേശ നാണ്യ ശേഖരമായ ആണെങ്കിൽ എല്ലാവരും, അതിപ്പോ സാധാരണ പറയുന്നതായതുകൊണ്ട് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിദേശ നാണ്യ ശേഖരം 2 ആഴ്ചത്തെ ഇമ്പോർട്ട്സ്, ഇറക്കുമതി മാത്രം നേരിടുവാനുള്ള അത്രയും കുറഞ്ഞ തോതിലുള്ള വിദേശ നാണ്യ ശേഖരമുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മൾ കുറച്ചുകൂടി വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് ഒരു കണക്ക് കൂടി നാം പറയണമെന്നുണ്ടെങ്കിൽ, ഈ 1991 വളരെ വിപ്ലവകരമായ ബഡ്ജറ്റിന്റെ തോത്, ബഡ്ജറ്റിന്റെ ആകെ തുക 1,14,000 കോടി രൂപ മാത്രമായിരുന്നു 91 ഇന്ത്യയുടെ ബഡ്ജറ്റ്. ഇന്ന് കഴിഞ്ഞ 2024 ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ തോത്, ഇന്ത്യ ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ തോത് 50 ലക്ഷം കോടി രൂപയോളം ആയിരുന്നു മൊത്തത്തിൽ നമ്മുടെ ബഡ്ജറ്റിന്റെ തോത്. അപ്പോൾ എത്രത്തോളം ചെറിയ സാമ്പത്തിക ഒരു ശക്തിയായിരുന്നു ഇന്ത്യ 1991 എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബഡ്ജറ്റിന്റെ തോത്. അപ്പൊ പ്രതിസന്ധിയുടെ വക്കിൽ എത്തി നിൽക്കുകയും ഇന്ത്യ ഡിഫോൾട്ട് ചെയ്യും. ആൻഡ് അതേ മാസത്തിൽ തന്നെയാണ്, ഈ ജൂലൈ മാസം 24 പ്രധാനപ്പെട്ട ബഡ്ജറ്റ് സ്പീച്ച് നാം എല്ലാവരും വായിക്കുകയും ഒരു പക്ഷേ ഒരു ഡോക്ടറൽ തീസിസ് അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റോ എന്ന രീതിയിൽ തന്നെ കാണാവുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ബഡ്ജറ്റ് സ്പീച്ച് ജൂലൈ 24 ആ ജൂലൈ മാസം ആദ്യത്തെ ആഴ്ചയിലാണ് ഇന്ത്യയിൽ നിന്നും സ്വർണം 46-50 ടൺ സ്വർണം നാം കയറ്റി അയക്കുന്നത്. ആ ജൂലൈ മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചയിലാണ്
രണ്ട് സ്റ്റെപ്പായിട്ട് രൂപയുടെ മൂല്യം മൊത്തം 20% ഡിപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾ മാറ്റി നിർണയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെയധികം പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരുന്ന, ഭാവിയെക്കുറിച്ച് ഒട്ടും എന്താണ് ഒരു ഹോപ്പില്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഈ മാറ്റത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രസക്തിയും. ആൻഡ് അവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഈ മാറ്റം കൊണ്ടുവന്നപ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുക, അതുവരെ പിന്തുടർന്ന പാത മുഴുവനും തെറ്റാണെന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൽ നിന്നും പൂർണ്ണമായും വ്യതിചലിച്ച് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്, കാണുന്നവരുണ്ട്. പക്ഷേ മൻമോഹൻ സിംഗിന്റെ ബഡ്ജറ്റ് സ്പീച്ച് നാം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും നേരത്തെ എടുത്ത നടപടികളെ കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. നേരത്തെ പിന്തുടർന്ന പാത തെറ്റാണെന്നൊന്നും ആ ബഡ്ജറ്റിൽ പറയുന്നില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അദ്ദേഹം ആ ബഡ്ജറ്റ് സ്പീച്ചിൽ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നാം വായിക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിന് ആവശ്യമായിരുന്ന പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ഒരു സംവിധാനമായിരുന്നു ഇന്ത്യ പിന്തുടർന്നിരുന്നത്. പക്ഷെ അതിൽ നിന്നും മാറി ചിന്തിക്കേണ്ട, ആ സാമ്പത്തിക നടപടികളിൽ നിന്നും മാറേണ്ട കാലഘട്ടം വന്നു ഭവിച്ചിരിക്കുന്നു ഇപ്പോൾ. അത്രയും പ്രൊട്ടക്ഷൻ നമ്മുടെ ഇൻഡസ്ട്രീസിന് വേണ്ട, കുറച്ചുകൂടി കോമ്പറ്റീഷനെ ഫേസ് ചെയ്യാനുള്ള കെൽപ്പ് നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്ക് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്തു വന്ന മാറ്റമായിട്ടാണ് നമുക്ക് ശരിക്കും മൻമോഹൻ സിംഗിന്റെ സ്പീച്ച് വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റുക. ആ രീതിയിൽ മൻമോഹൻ സിംഗ് ഉദാരീകരണം അല്ലെങ്കിൽ ഉദാരവൽക്കരണം പറയുമ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റ് മോഡലിന്റെ വക്താവായിട്ടല്ല നമുക്ക് കാണാൻ കഴിയുക. ഒരു സോഷ്യലിസ്റ്റ് മോഡലിന്റെ മാറ്റം അനിവാര്യമായ ഘട്ടത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നയമാണ് അവിടെ ഡോക്ടർ മൻമോഹൻ സിംഗ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സെഷനിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ട ഒരു ഇത്, 10 കൊല്ലം മുമ്പാണ് ആധുനിക ഇന്ത്യ കണ്ടുപിടിക്കപ്പെട്ടതെന്നും അതിനു മുമ്പുണ്ടായിരുന്നതെല്ലാം തെറ്റായിരുന്നെന്നും അതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ ഭരണാധികാരികളും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ഒരാളടക്കമുള്ള ആളുകൾ ഭരണഘടനയെ ദുരുപയോഗം ചെയ്തുകയായിരുന്നു, ആധുനിക ഇന്ത്യ കണ്ടുപിടിക്കപ്പെട്ടത് വളരെ അടുത്ത കാലത്താണെന്നുള്ള ഒരു മട്ടിലുള്ള നറേറ്റീവ് ഉണ്ടാകുന്ന സമയത്താണ് താങ്കൾ മൻമോഹൻ സിംഗ് ഒരു വലിയ വഴിമാറ്റം നടത്തുമ്പോൾ പോലും അതൊരു തുടർച്ച തന്നെയാണ് എന്ന് വിശ്വസിച്ചിരുന്നു എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുതിയ ഒരു വരി ഞാൻ കോട്ട് ചെയ്യുകയാണ്. ഐ സ്പെൻഡ് the first 10 years of my life in a village that had no electricity, no drinking water supply, no doctor, no roads, and no phone. I had to walk many miles to a school. I had to study at night in dim light of a kerosene lamp. അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ കൗമാര ബാല്യകാലങ്ങളിലെ ഈ കഷ്ടപ്പാടുകളും രാത്രി മണ്ണെണ്ണ വിളക്കിൽ നിന്ന് വായിച്ചതുകൊണ്ടുമാണെന്നൊക്കെ അദ്ദേഹം ആനുഷംഗികമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഇതൊന്നും ഒരിക്കലും കൊട്ടിഘോഷിക്കുകയൊന്നും ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. ഇത്തരം കാലങ്ങളൊക്കെ പഴയ കാര്യങ്ങളൊന്നും പറയുന്ന വ്യക്തിയല്ലായിരുന്നു. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ വളർന്നു വന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന നെഹ്റുവിയൻ സങ്കല്പത്തിൽ നിന്നും ഈ സാമ്പത്തിക ഉദാരീകരണത്തിലേക്ക് വഴി മാറിയെങ്കിൽ അത് താങ്കൾ പറഞ്ഞതുപോലെ അത് പൂർണ്ണമായും ഒരു വിച്ഛേദമല്ലായിരുന്നു, അതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു എന്നാണ് താങ്കൾ സൂചിപ്പിച്ചത്. പക്ഷെ അത്ര വലിയൊരു മാറ്റത്തിന് ഈ നരസിംഹറാവു എന്ന് പറയുന്ന പ്രധാനമന്ത്രി എങ്ങനെയാണ് കൂട്ടുനിന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നരസിംഹറാവു വരുന്നത് വേറൊരു മൻമോഹൻ സിംഗിനെ പോലെയുള്ള ഒരു ലോക സമ്പദ് ശാസ്ത്രത്തിനെ കുറിച്ച് പഠിക്കുകയോ അത് അങ്ങനെ ആഴത്തിൽ മനസ്സിലാക്കുകയോ ഉള്ള അങ്ങനെയുള്ള ആയിരുന്നു എങ്കിൽ പോലും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നയാളല്ല, രാഷ്ട്രീയ നേതാവായിരുന്നു. അപ്പോൾ നരസിംഹറാവുവിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക്. അതെ, അത് മൻമോഹൻ സിംഗ് തന്നെ അംഗീകരിച്ച കാര്യമാണല്ലോ. അതായത് ഈ
താങ്കള് എന്തൊക്കെയാണോ നടപടികൾ സമ്പദ് വ്യവസ്ഥയുടെ മാറ്റത്തിന് വേണ്ടി സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി എന്തെല്ലാം മാറ്റങ്ങൾ വേണമോ ആ മാറ്റങ്ങളെല്ലാം നിങ്ങൾ എടുത്തോളൂ. അതിന്റെ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയ വശങ്ങളിൽ നിന്ന് വരുന്ന ക്രിറ്റിസിസം വിമർശനത്തിനെ നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഉറപ്പ് ഡോക്ടർ മൻമോഹൻ സിംഗിന് നരസിംഹറാവു കൊടുത്തിരുന്നു. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 91 ഈ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അന്നത്തെ ഗവൺമെന്റ് വ്യക്തമായ ഒരു ഭൂരിപക്ഷം പോലും ഇല്ലായിരുന്നു. അപ്പോ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സംവിധാനത്തില് രാഷ്ട്രീയമായ അടിത്തറ, രാഷ്ട്രീയമായ പിൻബലം നരസിംഹറാവു കൊടുത്തു എന്നുള്ളതാണ് മൻമോഹൻ സിംഗിന് ഏറ്റവും ശക്തി പകർന്നത് ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പക്ഷേ നരസിംഹറാവുവിന്റെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കില്ല. പക്ഷേ മൻമോഹൻ സിംഗിന്റെ ഇപ്പൊ താങ്കൾ ഉദ്ധരിച്ച ആ കൊട്ടേഷൻ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് തോന്നുന്നത് നരസിംഹറാവുവിനും ആ പാർട്ടിക്കും ഒരു വിശ്വാസമുണ്ടായിരുന്നു. എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാലും അടിസ്ഥാനപരമായി താഴേക്കിടയിലുള്ള ആൾക്കാരെ, പാവപ്പെട്ടവരെ, ദരിദ്രരെ കൊണ്ടുള്ള ഒരു മാറ്റവും അല്ലെങ്കിൽ അവർക്ക് ആത്യന്തികമായി ഗുണം ചെയ്യാത്ത ഒരു മാറ്റവും സംവിധാനത്തിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉള്ള വ്യക്തിയല്ല മൻമോഹൻ സിംഗ് എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. കാരണം അതായത് ഈ ലിവ്ഡ് എക്സ്പീരിയൻസ് നമ്മൾ പറയില്ലേ, മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ഝേലം ഡിസ്ട്രിക്റ്റിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1947 പാർട്ടീഷന്റെ സമയത്താണ് ഡൽഹിയിലേക്ക് കുടുംബം മാറി വരുന്നത്. അപ്പൊ അവിടെ താങ്കളിപ്പോ പറഞ്ഞതുപോലെ ദാരിദ്ര്യം അനുഭവിക്കുകയും 10 കിലോമീറ്റർ നടന്ന് സ്കൂളിലേക്ക് പോവുകയും വീട്ടിൽ അങ്ങനത്തെ വലിയ സുഖലോലുപതയൊന്നും ഇല്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന വ്യക്തി തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലനം അദ്ദേഹത്തിന്റെ നയപരിപാടികളിലും ഉണ്ടായിരുന്നു. വേറൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ധനമന്ത്രി ആവുന്നതിന് മുമ്പുള്ള മൻമോഹൻ സിംഗ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് അതിൽ വർക്ക് ചെയ്ത പാരമ്പര്യമുണ്ട്. സൗത്ത് കമ്മീഷൻ, അതായത് ഈ വികസ്വര രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, ജനീവയിലെ ഒരു സൗത്ത് കമ്മീഷന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. RBI ഗവർണറായിട്ട് 82 to 85 അദ്ദേഹം RBIയുടെ ഗവർണറായിരുന്നു. പ്ലാനിംഗ് കമ്മീഷനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ അദ്ദേഹത്തിന്റെ അനുഭവം, ഇന്ത്യയുടെ നിജസ്ഥിതി, ഇന്ത്യയിൽ എത്ര പേരാണ് പാവപ്പെട്ടവര്, ഈ മാർക്കറ്റ് അല്ലെങ്കിൽ ഉദാരീകരണം കൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്ന ഈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന കാര്യം തന്നെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ആൾക്കാരാണ് പൊതുവേ ഉള്ള, അതായത് പാവപ്പെട്ട ധാരാളം ഒരു സമൂഹം, ഒരു വലിയ ജനസമൂഹം ഇവിടെയുണ്ട് എന്നുള്ള അറിവും ആ തിരിച്ചറിവും മൻമോഹൻ സിംഗിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1992 ഇതേപോലെ വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ വേറൊരു കൊട്ടേഷൻ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, "ഐ ഡോണ്ട് ലൂസ് സ്ലീപ്പ് ഓവർ ദി മൂവ്മെന്റ് ഓഫ് ദി സ്റ്റോക്ക് മാർക്കറ്റ്" എന്ന് പറഞ്ഞു. അതായത് വിപണിയുടെ ചാഞ്ചാട്ടങ്ങളെ ഞാൻ എന്റെ ഉറക്കം കെടുത്താനായിട്ട് ഉറക്കം നഷ്ടപ്പെടുത്തുന്നില്ല എന്ന് പറയാൻ കാരണം, ആ വിപണിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള അറിവിനോടൊപ്പം ആ വിപണിയിൽ നിന്നും എത്രത്തോളം മാറി നിൽക്കുന്ന ഒരു വലിയ ജനസമൂഹം, ദരിദ്രരായിട്ടുള്ള ആൾക്കാർ, നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ തൊട്ടടുത്തുള്ള ചന്തയിൽ പോയി സാധനം വാങ്ങിക്കാനുള്ള കാശ് പോലും ഇല്ലാത്ത ആൾക്കാർ ഇന്ത്യയിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ആ ബഡ്ജറ്റിൽ പോലും വി വോണ്ട് അഡ്ജസ്റ്റ്മെന്റ്സ്, വി ഡോണ്ട് വോണ്ട് അഡ്ജസ്റ്റ്മെന്റ്സ് വിത്തൗട്ട് എ ഹ്യൂമൻ ഫേസ് എന്ന് പറയും. മാനുഷിക മുഖം ഇല്ലാത്ത, മാനുഷിക മൂല്യങ്ങളില്ലാത്ത ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഉദാരീകരണം നമുക്ക് വേണ്ട, നമുക്ക് യോജിച്ചതല്ല. അതുപോലെ തന്നെ ആ സ്പീച്ചിൽ തന്നെ ഐ ആം എഗൻസ്റ്റ് മൈൻഡ്ലെസ് കൺസ്യൂമറിസം എന്ന് പറയുന്നുണ്ട്. അതായത് ഈ വെസ്റ്റിനെ അനുകരിച്ചുകൊണ്ട് മൈൻഡ്ലെസ് ആയിട്ടുള്ള കൺസ്യൂമറിസം അല്ലെങ്കിൽ ഉപഭോഗ സംസ്കാരത്തിന് ഞാൻ തികച്ചും എതിരാണ് എന്നുള്ള കാര്യം അദ്ദേഹം ഞാനിപ്പോ ഇന്നലെ വായിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്നു, 2 പ്രാവശ്യം പ്രധാനമന്ത്രിയൊക്കെ ആയി കഴിഞ്ഞിട്ടും അദ്ദേഹം ഏറ്റവും അവസാനം വരെ പറയുമായിരുന്നു, ഞാൻ പ്രിഫർ ചെയ്യുന്നത് മാരുതി 800 ആണെന്ന്. തീർച്ചയായിട്ടും അതെ. അതുകൊണ്ടാണ് വിലയിരുത്തുമ്പോൾ ഈ സാമ്പത്തിക മാറ്റങ്ങളോടൊപ്പം അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടിരുന്നപ്പോൾ 3 റൈറ്റ്സ് ആക്ട്സ് കൊണ്ടുവന്നത് വളരെ പ്രധാനപ്പെട്ട, ഇന്നും നമ്മള് ഞാൻ വായിച്ചു, താങ്കൾ അത് എഴുതിയിരുന്നു.
അതെ അതെ, അത് ആദ്യത്തേത് മൻരേഗ. ഈ മൻരേഗ. മൻരേഗയെ കുറിച്ച് വളരെ അധികം കുറവുകളും പോരായ്മകളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്നും 25 കോടി ആൾക്കാര്, 25 കോടിയിൽ കുറയാത്ത സംഖ്യയുള്ള ആൾക്കാര് ഈ മൻരേഗ ജോബ് കാർഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. മൻരേഗ പദ്ധതി പ്രകാരം ആനുകൂല്യം പറ്റുന്ന 25 കോടിയോളം ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ടെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ സാമ്പത്തിക മാറ്റം കൊണ്ടുവന്നു, ലിബറലൈസേഷൻ കൊണ്ടുവന്നു, ഇതെല്ലാം കഴിഞ്ഞാലും നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഒരു പെർ ക്യാപിറ്റ ഇൻകം ബേസിസിൽ നോക്കുകയാണെങ്കിൽ വികസ്വര രാജ്യങ്ങളിൽ പോലും ചില ഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ ബംഗ്ലാദേശിനെക്കാളും അല്ലെങ്കിൽ ശ്രീലങ്കയെക്കാളും പെർ ക്യാപിറ്റ ഇൻകം ടേംസിൽ നമ്മൾ പുറകിലാണ് നിൽക്കുന്നത്. 2500 അല്ലെങ്കിൽ $2600 മാത്രമാണ് ആളോഹരി വരുമാനം ഇന്ത്യയിൽ ഉള്ളതെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന, നമ്മളിപ്പോൾ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഉയരും നാം പറയുമ്പോൾ, ചൈനയിലെ ആളോഹരി വരുമാനം $12,000 അമേരിക്കയിലെ ആളോഹരി വരുമാനം $70,000 ആണെന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് എത്രത്തോളം ഇനിയും നാം മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു, എത്രത്തോളം സാമ്പത്തിക പുരോഗതി ഇനിയും നാം കൈവരിച്ചാലേ. താങ്കൾ ഈ കഴിഞ്ഞ ദിവസം എഴുതിയ ലേഖനത്തിന്റെ അകത്ത് ഈ 3 പ്രധാനപ്പെട്ട പദ്ധതികളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഒരു വാചകം പറഞ്ഞിരുന്നു, ഈ റീഗണോമിക്സും താച്ചറിസവും വിജയിച്ചതിനേക്കാൾ കൂടുതൽ വിജയിച്ചത് മൻമോഹനോമിക്സ് ആണ് എന്ന്. അതൊന്ന് വിശദീകരിക്കാവോ? അത് കാരണം അതൊരു ആഗോള സാഹചര്യത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതെ അതെ അതെ, അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ റീഗണോമിക്സ് ഈ പറഞ്ഞത് ഈ സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ അദ്ദേഹം ഒട്ടുമേ ഇഷ്ടപ്പെട്ടിരുന്നില്ല. റൊണാൾഡ് റീഗൻ സ്റ്റേറ്റ് ഇന്റർവീൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഫേമസ് ഒരു കൊട്ടേഷൻ ഉണ്ട്, "The 13 most terrifying words in the English language are this: I am from the government and I am here to help you." ഞാൻ സർക്കാരിൽ നിന്നാണ്, ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് വരുന്നു എന്ന് പറയുന്ന 12-13 വാക്കുകളാണ് ഈ ഭാഷയിലെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന വാക്കുകൾ എന്ന് പറഞ്ഞ ആളാണ് റൊണാൾഡ് റീഗൻ. പക്ഷേ അപ്പം അതിന്റെ ഒരു പ്രതിഫലനം അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വന്ന ഭരണ സംവിധാനങ്ങളൊക്കെ അമേരിക്കയിൽ അതിനോട് ചേർന്ന് അല്ലെങ്കിൽ അതിനോട് ഒത്തുപോകുന്ന നടപടിക്രമങ്ങളല്ല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. റൊണാൾഡ് റീഗൻ, എനിക്ക് തോന്നുന്നത്, അമേരിക്കയുടെ പൊതു സംവിധാനത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങളിൽ ചർച്ചയൊക്കെ നടക്കുമ്പോൾ റീഗണോമിക്സിനെ കുറിച്ച് ഇപ്പോൾ ആരും പറയുന്നേ ഉണ്ടാവില്ല ഈ സമയത്ത്. അതുപോലെ താച്ചർ കൊണ്ടുവന്ന മാറ്റങ്ങൾ, മാർഗരറ്റ് താച്ചറിനെ കുറിച്ച് എത്രത്തോളം ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വം UK വില കൽപ്പിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. താച്ചർ ഈസ് ഫർഗോട്ടൺ ഓൾമോസ്റ്റ്. പക്ഷെ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ആ പാത പിന്തുടർന്ന് തന്നെയാണ് മറ്റുള്ള നമുക്ക് അത് ഈ NDA ഗവൺമെന്റ് 10 വർഷമായിട്ട് ഭരിക്കുന്ന NDA ഗവൺമെന്റും അത് നിരാകരിക്കാൻ സാധിക്കില്ല. ഇപ്പം ഈ ആധാർ എന്ന് പറയുന്ന വേറൊരു കാര്യമാണ്. ആധാർ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ വേണ്ടി ആദ്യമായിട്ട് നീക്കം നടത്തിയത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. അപ്പൊ ജാം ട്രിനിറ്റി, ജൻധൻ, ആധാർ ആൻഡ് മൊബൈൽ എന്നുള്ള ജാം ട്രിനിറ്റി വലിയ നേട്ടമായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ പരിശ്രമിച്ചതിന്റെ ഫലമായി UPI വന്നു. ആ നേട്ടങ്ങളൊന്നും നമ്മൾ നിരാകരിക്കുന്നില്ല. പക്ഷെ എന്നാലും അതിന്റെ അടിസ്ഥാന ശില പാകിയത് ഡോക്ടർ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന യുണീക്ക് ഐഡന്റിഫിക്കേഷന്റെ ഒരു നടപടിക്രമം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, 3 ആക്ട് നമ്മൾ പറഞ്ഞതിൽ മൻരേഗ എന്നും പ്രസക്തമാണ്. ഞാൻ പറഞ്ഞ പോലെ 25 കോടി ആൾക്കാർ ഇന്നും മൻരേഗയുടെ ബെനിഫിറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്നു. മറ്റേ എഡ്യൂക്കേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ 6 തൊട്ട് 14 വരെ കമ്പൽസറി ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ എത്രത്തോളം വിപ്ലവകരമായ ഒരു ആശയമാണത്. ആ ആശയം ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചാലല്ലാതെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വികസ്വര രാജ്യം എന്നുള്ള നിലയിൽ നിന്നും വികസിത രാജ്യമാവാനായിട്ട് സാധിക്കുന്നു നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആ ആക്ട് പൂർണ്ണമായ അർത്ഥത്തിലും വ്യാപ്തിയിലും ഇംപ്ലിമെന്റ് ചെയ്താലല്ലാതെ. അതേപോലെ തന്നെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഇന്ന് PM ഗരീബ് കല്യാൺ യോജന
കോവിഡ് വന്നപ്പോഴത്തേക്കും 82 കോടി ആൾക്കാർക്ക് ഫ്രീ റേഷൻ കൊടുക്കുന്നു. വലിയ നേട്ടമായിട്ടാണ് അത് പറയുന്നത്. നേട്ടം തന്നെയാണ്. പീയൂഷ് ഗോയൽ കോമേഴ്സ് മിനിസ്റ്റർ ഒക്കെ പറയുകയുണ്ടായി. പക്ഷേ അതിന്റെ തുടക്കം ബീജാവാപം ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ആണ് 2013 ഗ്രാമീണ മേഖലയിലെ 75% ആൾക്കാർക്കും നഗരങ്ങളിലെ 50% ആൾക്കാർക്കും ഫ്രീ റേഷൻ കൊടുക്കാനുള്ള സംവിധാനം ഒരു റൈറ്റ് ആയിട്ട്, ഒരു അവകാശമായിട്ട് ഉൾപ്പെടുത്തി കൊണ്ടുവന്ന ഒരു നിയമനിർമ്മാണം ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഉള്ളപ്പോഴാണ് നടന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ റീഗനോമിക്സും താച്ചറിസവും ഒക്കെ ആ രാജ്യങ്ങള് മറന്നുവെങ്കിലും മൻമോഹൻ സിംഗിന്റെ പാത പിന്തുടർന്ന് തന്നെയാണ് മൻമോഹൻ സിംഗിന്റെ പ്രസക്തി എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. വിപണി സമ്പദ്ഘടനയുടെ ശരിക്കും ഒരു കണ്ടിന്യൂവേഷൻ ഓഫ് പ്രീവിയസ് പോളിസീസ് വിത്ത് അപ്രോപ്രിയേറ്റ് ചേഞ്ചസ് സ്യൂട്ടിങ് ദ ടൈംസ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ വിക്ടർ ഹ്യൂഗോയെ കോട്ട് ചെയ്ത് നോ ഫോഴ്സ് ഓൺ എർത്ത് ക്യാൻ സ്റ്റോപ്പ് ആൻ ഐഡിയ whose time has come എന്ന് പറഞ്ഞത്. അതിന്റെ കാലഘട്ടത്തിന്റെ മാറ്റം കൊണ്ടുവന്നു. പക്ഷേ അത് നേരത്തെ ഉണ്ടായിരുന്ന പാതയിൽ നിന്നുള്ള കംപ്ലീറ്റ് വ്യതിയാനമോ ഒരു മാറ്റമോ അല്ല അദ്ദേഹം കൊണ്ടുവന്നത്. എനിക്ക് കേരള കോണ്ടെക്സ്റ്റിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ EMS നമ്പൂതിരിപ്പാടിനെ പോലെയും ദീർഘദർശിയായിരുന്ന C അച്യുതമേനോനെ പോലെയും ഒക്കെയുള്ള ആളുകൾ മുഖ്യമന്ത്രി ആയിരുന്ന കേരളത്തിൽ ഏറ്റവും വലിയ ഇടതുപക്ഷ വിരുദ്ധനായി ഡോക്ടർ മൻമോഹൻ സിംഗ് ചിത്രീകരിക്കപ്പെടുകയുണ്ടായി. വളരെ ചുരുക്കി അതിനോടൊന്ന് പ്രതികരിക്കാമോ? അത് എനിക്ക് തോന്നുന്നത് അതിന് രാഷ്ട്രീയമായ കാരണങ്ങളായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ മൻമോഹൻ സിംഗിന്റെ പോളിസീസ് ഇപ്പോഴ് സംസാരിച്ചപ്പോഴും പല കാര്യങ്ങളും അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനമെടുത്ത് നോക്കിയാലും എൻ്റെ ഒരു കാഴ്ചപ്പാടില് മൻമോഹൻ സിംഗിനെക്കാളും ഇടതുപക്ഷ ചിന്താഗതിയുള്ള രാഷ്ട്ര തന്ത്രജ്ഞരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ നമുക്ക് ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. കൊണ്ടുവന്ന മാറ്റങ്ങള് ആ കാലത്തിനനുസൃതമായി അത് വിപണിയിലേക്കുള്ള ഒരു മാർക്കറ്റ് ഇക്കോണമിയിലേക്കുള്ള മാറ്റം എന്നുള്ള രീതിയിൽ മാത്രം അദ്ദേഹത്തിനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിനെ ആ കള്ളിയിൽ നിർത്തിക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളെ വിമർശിക്കുകയും അദ്ദേഹത്തോട് വിയോജിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവരും വിശകലനം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടുത്തെ പരമ്പരാഗതമായ നമ്മുടെ സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് തന്നെയാണ്. അതിപ്പം 1976 പ്രിയാമ്പിൾ അമെൻഡ് ചെയ്ത് ഉൾപ്പെടുത്തിയ വാക്കുകൾ കൊണ്ട് മാത്രമല്ല നമ്മുടെ സമ്പദ്ഘടന ആദ്യം മുതലേ പിന്തുടർന്ന പാത ഒരു സോഷ്യലിസ്റ്റ് അടിസ്ഥാനപരമായി എല്ലാവരുടെയും വെൽഫെയറിലും എല്ലാവരുടെയും നന്മയിലും ഊന്നിക്കൊണ്ട് ലാക്കാക്കിക്കൊണ്ട് പ്രവർത്തിച്ച സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് നമ്മൾ പിന്തുടർന്ന് വന്നത്. അതില് ഇടതുപക്ഷത്തിന്റെ സാധാരണ നമ്മൾ വിവക്ഷിക്കുന്ന പാവപ്പെട്ടവന്റെ കാര്യം, ദരിദ്രരുടെ കാര്യം, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൻസിന്റെ കാര്യം, ഇതൊന്നും ഉൾക്കൊള്ളാതെയുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രമല്ല മൻമോഹൻ സിംഗും ഉയർത്തിപ്പിടിച്ചത്, പിന്തുടർന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആവണം അതിന് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ വേറൊരു കാര്യം ഇതിനോട് കൂടി ചേർത്ത് പറയുമ്പോൾ നമ്മൾ കേരളത്തിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് എനിക്ക് രസകരമായി കൗതുകകരമായി തോന്നിയത് നമ്മുടെ ഇപ്പം CPM ഭരിക്കുന്ന സംസ്ഥാനമാണല്ലോ LDF. CPM നേതൃത്വം കൊടുക്കുന്ന LDF ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അവിടെ നമ്മുടെ മസാല ബോണ്ട് എന്നുള്ള കാര്യം വളരെ ചർച്ചയിലൊക്കെ വന്നിട്ടുള്ളതാണ്. പക്ഷെ ആ മസാല ബോണ്ടിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചോ കിഫ്ബിയെ കുറിച്ചോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് CPMന്റെ ഒരു മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചെന്നിട്ട് മസാല ബോണ്ടിന്റെ ഉദ്ഘാടനം മണിയടിച്ച് നിർവഹിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് പ്രായോഗികമായി ഇടതുപക്ഷം പോലും ചിന്തിച്ച് മുന്നേറുന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ചില നിരീക്ഷകരുടെ കാഴ്ചപ്പാടില് 1978 ഡെങ് സിയോപിങ് എത്രത്തോളം വിപ്ലവകരമായ മാറ്റം ചൈനയിൽ കൊണ്ടുവന്നു, തത്തുല്യമായ മാറ്റവും നീക്കങ്ങളുമാണ് 1991 ഡോക്ടർ മൻമോഹൻ സിംഗ് ജനാധിപത്യ പ്രക്രിയ പിന്തുടരുന്ന ഒരു രാജ്യത്തില് കൊണ്ടുവരാനായിട്ട് മുന്നോട്ട്. നമ്മൾ ഈ സംഭാഷണത്തിന്റെ
അവസാന ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഈ നയതന്ത്ര വിദഗ്ധനായിട്ടുള്ള ശിവശങ്കർ മേനോൻ എഴുതിയ ആദരക്കുറിപ്പിൽ അദ്ദേഹത്തെ പൊളിറ്റീഷ്യൻ ഹു വാസ് നോട്ട് അറ്റ് ഓൾ എ ഷോർട്ട് ടൈം മാക്സിമൈസർ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പ്രയോജനം വരാൻ വേണ്ടിയുള്ള നീക്കുപോക്കുകൾ നടത്തുന്ന ഒരാളായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ എന്നുള്ള ആശയത്തിന്റെ പ്രതിഫലനം അല്ലെങ്കിൽ അതിന്റെ മൂർത്തിമത് ഭാവം ആയിട്ട് വേണം ഡോക്ടർ മൻമോഹൻ സിംഗിനെ നമ്മൾ കാണാൻ. അദ്ദേഹം ഒരു പാർട്ടിയിൽ ഒതുങ്ങി നിൽക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെയാവണം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ നയപരിപാടികളെ കുറിച്ച് അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയായ കോൺഗ്രസ് പോലും എനിക്ക് തോന്നുന്നില്ല അതിനൊരു പ്രചാരം കൊടുക്കുകയോ അതിനെ ഒന്ന് അതിനെ ചർച്ച ചെയ്യാനായിട്ടുള്ള മുൻകൈ എടുക്കുകയോ ഒന്നും ആ പാർട്ടി പോലും ചെയ്തിട്ടില്ല. നരസിംഹറാവുവിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതെ, നരസിംഹറാവുവിനെയും അവര് മറന്ന മട്ടാണ്. പക്ഷെ അതേസമയം സാധാരണക്കാരായ ഇപ്പൊ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്, ഇന്ത്യ ഏതെല്ലാം മൂല്യങ്ങൾ അധിഷ്ഠിതമായിട്ടാവണം ഇന്ത്യ രാജ്യം പുരോഗമിക്കേണ്ടത്, ഇന്ത്യയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഈ വേദങ്ങളും ഉപനിഷത്തിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഉപനിഷത്ത് വാക്യങ്ങൾ നമുക്കറിയാം. ഒരുപക്ഷെ നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ ഒരു ചെറിയ ഒരു ഉപനിഷത്ത് പാസേജ് ആണ് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രീആംബിൾ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ പ്രീആംബിൾ ഉപനിഷത്ത് വാക്യങ്ങൾക്ക് തുല്യമായ അർത്ഥവും വ്യാപ്തിയും ആശയവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു 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 സാഹിത്യമാണത്. അപ്പോൾ ആ സാഹിത്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് വേണം രാഷ്ട്രത്തിനെ കുറിച്ചും രാജ്യത്തിനെ കുറിച്ചും നമ്മൾ വിഭാവനം ചെയ്യാൻ. രാജ്യത്തിന്റെ പുരോഗതി, സാമ്പത്തിക പുരോഗതിയാവട്ടെ, മറ്റു മേഖലകളിലെ പുരോഗതിയാവട്ടെ, മറ്റു നടപടിക്രമങ്ങളാവട്ടെ, എല്ലാം കാച്ചിക്കുറുക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രിയാമ്പിളിൽ അടങ്ങിയിരിക്കുന്നു. ആ പ്രിയാമ്പിളിൽ അധിഷ്ഠിതമായ മാറ്റങ്ങൾ തന്നെയാണ്, വീണ്ടും ഞാൻ പറയുന്നു, ഈ സോഷ്യലിസം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച നെഹ്റുവിയൻ ഐഡിയോളജിയിൽ നിന്നും മാറി വളരെയധികം അതിനെ വിമർശനാത്മകമായി കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളെല്ലാം ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയത്. അപ്പൊ മൻമോഹൻ സിംഗ് എന്നുള്ള വ്യക്തി നമുക്ക് നൽകുന്ന പാഠം അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന സന്ദേശം, ആ വ്യക്തി പ്രതിനിധീകരിച്ച മൂല്യങ്ങൾ, അതില് ഈ ഡീസൻസി. ഇപ്പൊ ഇന്നലെ കുറെ ആൾക്കാര് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിനെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഗേറ്റ് വരെ അദ്ദേഹം കൂടെ വന്ന് ആ ആളിനെ ഹ്യൂമിലിറ്റിയുടെ യാത്രയക്കാനായിട്ട് കൂടെ വരും. അതുകൊണ്ടാണ് ഒരുപക്ഷെ ബറാക് ഒബാമ വരെ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള വെസ്റ്റിലെ നേതാക്കളിൽ ഏറ്റവും നമുക്ക് പ്രതിപത്തി തോന്നാവുന്ന ഒരു വ്യക്തിത്വമാണ് ബറാക് ഒബാമ. ബറാക് ഒബാമ എ മാൻ ഓഫ് അൺകോമൺ വിസ്ഡം എന്ന് പറഞ്ഞല്ലോ. അതാണ് അസാധാരണമായ വിസ്ഡം, വിവരവും ബുദ്ധിശക്തിയും ഒക്കെ ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു മൻമോഹൻ സിംഗ്. ആൻഡ് നമ്മൾ നേരത്തെ ഞാൻ ആ പീസ് എഴുതിയപ്പോൾ പറഞ്ഞിരുന്നു, ഫസ്റ്റ് നോൺ ഹിന്ദു പ്രൈം മിനിസ്റ്റർ എന്നുള്ള രീതിയിലും മൻമോഹൻ സിംഗിനെ നമുക്ക് കാണാൻ സാധിക്കണം. പക്ഷേ മതം, അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ മതം ഒരു ഘടനയെ ആയിരുന്നില്ലല്ലോ. അദ്ദേഹത്തിനെ സിഖ് പ്രധാനമന്ത്രിയായി നമ്മൾ ആരും കണ്ടിരുന്നില്ല. പക്ഷെ അതേസമയം നമ്മൾ പേര് നാമധാരി എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഹിന്ദു ആയിരുന്നില്ല. പക്ഷെ ഹിന്ദു അല്ലാത്ത ആളാണെങ്കിൽ അദ്ദേഹം തന്നെയാണല്ലോ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സിഖ് ജനതയോട് മാപ്പ് പറഞ്ഞതും. അതെ 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 അതാണ് 1984 അതിനുവേണ്ടി മാപ്പ് പറഞ്ഞതും അദ്ദേഹം തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു മോഡേൺ ഒരു ഭാരതത്തിന്റെ ഇനിയും വികസിതം ആകേണ്ട ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ട ധാരാളം വേണ്ട ഒരു സംവിധാനത്തിന്റെ പ്രതീകമായിട്ട് നമുക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിനെ കാണാൻ പറ്റണം. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയുടെ പ്രതിനിധാനം അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതീകം എന്നുള്ള നിലയ്ക്ക് മൻമോഹൻ സിംഗിന്റെ വ്യക്തിത്വത്തിന്റെ വിവിധ വശങ്ങളെ നാം അപഗ്രഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേരുന്ന, നമുക്ക് അഭികാമ്യമായ എല്ലാ എലിമെന്റ്സും ആ വ്യക്തിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.
മഹത് ജീവിതം വിടവാങ്ങിയ സമയത്ത് ഇത്രയും വിശദമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചതിലും അദ്ദേഹത്തിൻ്റെ വിവിധ വശങ്ങളിൽ വളർന്നു നിന്നിരുന്ന ആ പ്രതിഭയെയും അദ്ദേഹം ഈ രാജ്യത്തിന് നമുക്കെല്ലാവർക്കും നമുക്ക് വരാൻ പോകുന്ന തലമുറയ്ക്കും നൽകിയ സംഭാവനകളെയും സാദരം അനുസ്മരിച്ചതിലും ദിലീദ് മുഴുവൻ ശ്രോതാക്കളുടെയും പേരിൽ ഐ ആം താങ്കിങ് യു. ഐ ആം താങ്കിങ് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം ഫോർ ദിസ് ഹംബിൾ പോഡ്കാസ്റ്റ്. എനിക്കും നന്ദിയുണ്ട് ഈ അവസരം ലഭിച്ചതിൽ. താങ്കളെ പോലെ ഒരാളുമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മുടെ ആശയം കുറച്ചുകൂടി വ്യക്തത വന്നു, കുറച്ചുകൂടി തെളിമ കൈവന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.